Hello dear students, welcome back. ഞാൻ ഫവാസ് MP from Universal Institute കോട്ടക്കൽ. നമ്മൾ ഈ വർഷം ജനുവരി സെഷനിൽ 2025 JEE മെയിൻ ജനുവരി സെഷൻ 1-ൽ ചോദിച്ച ലോസ് ഓഫ് മോഷൻ അതേപോലെ തന്നെ വർക്ക് എനർജി പവർ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലോസ് ഓഫ് മോഷന് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ആകെ 10 ഷിഫ്റ്റുകളായിട്ട് 3 ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ നമുക്ക് ഏതായാലും ആ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 23rd January ഷിഫ്റ്റ് 2-ൽ ചോദിച്ചതാണ്. അതായത് സെക്കൻഡ് ഷിഫ്റ്റ്. A massless spring gets elongated by an amount x1 under the tension of 5 Newton. Its elongation is x2 under the tension of 7 Newton. For the elongation of 5x1 minus 2x2, the tension in the spring will be. The tension in the spring will be. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാസ്ലെസ് സ്പ്രിംഗ് ആണ്, ഇലോങ്ങേറ്റഡ് ബൈ x1 അണ്ടർ ടെൻഷൻ ഓഫ് 5 ന്യൂട്ടൺ. നമുക്ക് അറിയാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു kx ആണ്, ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഇലോങ്ങേഷൻ ആണ്. സോ നമുക്ക് ടെൻഷൻ 5 ആണ്, 5 പ്രൊപ്പോർഷണൽ ടു x1. അതേപോലെ തന്നെ ഇറ്റ്സ് ഇലോങ്ങേഷൻ ഈസ് x2 അണ്ടർ ദ ടെൻഷൻ ഓഫ് 7 പ്രൊപ്പോർഷണൽ ടു x2. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5/7 ഈക്വൽ ടു x1 ബൈ x2. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ചോദിക്കുന്നത് ഫോർ ദ ഇലോങ്ങേഷൻ ഓഫ് 5x1 minus 2x2, the tension in the string will be. So t proportional to elongation ആണ് ഇതാ ഇങ്ങനെ തന്നിട്ടുള്ളത്, 5x1 minus 2x2. സോ അത് ഏതായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/t is equal to x1 divided by 5x1 minus 2x2. So t is equal to 5 into 5x1 minus 2x2 divided by x1. So this is t is equal to 25 x1 by x1 separate divide ചെയ്ത് കഴിഞ്ഞാൽ x1 by x1 1 ആവും. 25 minus 10 x2 by x1. Okay, so t is equal to 25 minus 10 into x2 by x1. x2 by x1 is 7/5. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10 into 7/5. 5 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം, you get 2 into 14. 2 into 7 is 14. So 25 minus 14, 11 Newton. So the correct answer is 11 Newton, option 3. Moving on to the next question. 24th January shift 1. A car of mass m moves on a banked road having radius r. Mass m, radius r, and banking angle theta. To avoid slipping from the banked road, the maximum permissible speed of the car is v0. The coefficient of friction mu between the wheels of the car and the banked road is. So, നമുക്ക് അറിയാവുന്ന കാര്യം maximum velocity is equal to square root of rg tan theta plus mu divided by 1 minus mu tan theta. ഓക്കെ, ഇതിൽ v0 തന്നിട്ടുണ്ട്, r ഉണ്ട്, g ഉണ്ട്, തീറ്റ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട mu ആണ്. സോ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ mu ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ സ്ക്വയർ ചെയ്യാം, v0 സ്ക്വയർ, ആ ആർ ജി ലെഫ്റ്റിലേക്ക് എടുത്താൽ v0 സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. നെക്സ്റ്റ് പേജിൽ ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. v0 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ. നമുക്ക് മ്യൂ ആണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ഓർമ്മ വേണം. സോ ദിസ് ഇസ് v0 സ്ക്വയർ മൈനസ് മ്യൂ ഇൻറ്റു v0 സ്ക്വയർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ പ്ലസ് ആർ ജി ഇൻറ്റു മ്യൂ. സോ മ്യൂ വരുന്ന ടേംസ് ഇതാ ഇത് രണ്ടെണ്ണം. ഈ ടേം റൈറ്റിലേക്ക് എടുക്കാം, ഈ ആർ ജി ടാൻ തീറ്റ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് v0 സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അപ്പർ സൈഡ് ചെല്ലുമ്പോൾ മ്യൂ കോമൺ ആയിട്ട് ഞാൻ നിർത്തി കഴിഞ്ഞാൽ ആർ ജി പ്ലസ് v0 സ്ക്വയർ ടാൻ തീറ്റ. സോ ഇവിടെ നിന്ന് മ്യൂ ഈസ് ഈക്വൽ ടു v0 സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ജി പ്ലസ് v0 സ്ക്വയർ ടാൻ തീറ്റ. v0 സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ v0 സ്ക്വയർ പ്ലസ് അല്ല, അപ്പോൾ ഇത് പോയി, v0 സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ. ഓക്കെ, താഴെ ആർ ജി പ്ലസ് ഡിനോമിനേറ്ററിൽ പ്ലസ് ആണ്, ആർ ജി പ്ലസ് ഇവിടെ തെറ്റാണ്. Okay, so v0 square minus rg tan theta, താഴെ rg v0 square
RG plus V0 square tan theta ശരിയാണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. Okay. Moving on to the next question. A string of length L is fixed at one end, carries a mass m at the other end. The mass makes 3 by pi rotations per second about the vertical axis passing through the end of the string as shown. The tension in the string is, ഇവിടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ml. ടെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് mg ആൻഡ് ടെൻഷൻ. ഓക്കെ, ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടെൻഷനെ നമുക്ക് വെർട്ടിക്കലിലും ഹൊറിസോണ്ടലിലും റിസോൾവ് ചെയ്യാം. അങ്ങനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റയാവും. ദിസ് ഇസ് ടി കോസ് തീറ്റ, ഇത് ടി സൈൻ തീറ്റ. ഓക്കെ, സോ ടെൻഷൻ നമുക്ക് വേണമെങ്കിൽ ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി എന്നെടുത്തു കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു എം ജി ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. പക്ഷേ ഈ കാണുന്ന ആൻസറിൽ എമ്മും എല്ലും ഒക്കെ വരുന്നുണ്ട്. ഇനി കോസ് തീറ്റ എടുത്താൽ തന്നെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്, ഈ കാണുന്ന സൈഡ് എച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ എച്ച് ബൈ എൽ. സോ ദിസ് ഈസ് എം ജി എൽ ബൈ എച്ച് എന്ന രീതിയിലൊക്കെ എഴുതാം. പക്ഷേ ആ എച്ചിനെ വേണമെങ്കിൽ √L² - R². സോ അവിടെ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്തില്ല. ഇവിടെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ട് താനും, ഏത് മേക്സ് 3 by pi rotations per second. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാമെന്ന കാര്യം, വാട്ട് ഈസ് ടി സൈൻ തീറ്റ? T sin theta provides the required centripetal force which is mr omega square. mr omega square. Now omega എന്ന് പറയുന്നത്, omega is 2 pi f. ആ f ആണ് 3 by pi rotations per second. So f എന്ന് പറഞ്ഞാൽ 3 by pi. So this is equal to 6. അപ്പോൾ നമുക്ക് t, what is sin theta? Opposite side is r divided by adjacent side is L. ഈ കാണുന്ന സാധനത്തിന് നമുക്ക് R എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ. സോ R ഇവിടുന്ന് ക്യാൻസൽ ആവും. L റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് T ഈസ് ഈക്വൽ ടു 36 ml. ഇതാണ് ടെൻഷൻ. ഓക്കെ, നൗ ഓപ്ഷൻസിൽ, അതായത് ആ ചോദ്യത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ദ ടെൻഷൻ ദ സ്ട്രിങ് ഈസ് ബ്ലാങ്ക് ml എന്നാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ ടു ബി 36. ഇവിടെ കൊടുക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് 36. ദാറ്റ്സ് അവർ ആൻസർ. 36 ഈസ് ദ ആൻസർ. ഓക്കെ, സോ ദീസ് ആർ ദ ഓൺലി 3 questions ആസ്ക്ഡ് ഫ്രം ലോസ് ഓഫ് മോഷൻ. ഡയറക്ട്ലി ലോസ് ഓഫ് മോഷൻ എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ഇത് മാത്രമാണ്. ആൻസർ 36 ഉണ്ടായിരുന്നു. പിന്നെയുള്ള ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതായിരുന്നു. ഓപ്ഷൻ 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ ഈ വർഷം ജെഇ മെയിൻ സെഷൻ 1 ജനുവരി സെഷനിൽ വർക്ക് എനർജി പവർ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1, 22 ജനുവരി ഷിഫ്റ്റ് 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Bob of mass m is suspended at point O by a light string of length L left to perform vertical circular motion as shown in figure. Initially by applying a horizontal velocity v0 at point A. എന്ന് വെച്ചാൽ ഇവിടെ കെട്ടി തൂക്കിയിട്ട സാധനത്തിന് ഇനീഷ്യലി ഒരു v0 വെലോസിറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി തിരിച്ചു വരും. അതാണ് സംഭവം. The string becomes slack when the bob reaches the point D. ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ സ്ലാക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ ടെൻഷൻ 0 ആവുന്നു. ബട്ട് ദർ വിൽ ബി എസ് വെലോസിറ്റി ദർ. അപ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് വരും. റേഷ്യോ ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോബ് അറ്റ് ദ പോയിന്റ് ബി ആൻഡ് സി. ഈ 2 പോയിന്റ്സിലെ കൈനറ്റിക് എനർജിയാണ്, അതിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ സ്ട്രിങ് സ്ലാക്ക് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ടെൻഷൻ 0 ആണ്. ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി, ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് mv²/L ഉണ്ടാവും, താഴേക്ക് mg ഉണ്ടാവും. സോ ടെൻഷൻ 0 ആയതുകൊണ്ട് mgയും mv²/L ബാലൻസ് ചെയ്യണം. സോ mv²/L ഈസ് ഈക്വൽ ടു mg, m ക്യാൻസൽ ആവും. v ഈസ് ഈക്വൽ ടു √gl എന്ന് കിട്ടും. ഓക്കെ, നൗ √gl ആണ് വെലോസിറ്റി എങ്കിൽ ഇത് നമുക്ക് അറിയാവുന്ന കേസാണ്. അതായത് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ വേണ്ട മിനിമം വെലോസിറ്റി ആണ് √gl. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്ത വെലോസിറ്റി v0 എന്ന് പറയുന്നത് √5gl ആവും. മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ബേസ് നമുക്കത് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് വേണ്ടത് ഈ 2 പൊസിഷൻസ് ആണ്. ഈ 2 പൊസിഷൻസിന്റെ പ്രത്യേകത, ആംഗിൾ 60 ആയതുകൊണ്ട് ദിസ് വിൽ ബി r cos 60 വിച്ച് ഈസ് r/2. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഓൾസോ r/2. അതേപോലെ തന്നെ ഈ കാണുന്ന ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ കാണുന്ന ഹൈറ്റും ആക്ച്വലി r cos 60 r/2 ആണ് വരിക. ഓക്കെ, അപ്പോൾ
കൈനറ്റിക് എനർജി അറ്റ് പോയിന്റ് ബി എന്ന് പറയുമ്പോൾ തിരിച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും ചെയ്യാം. ഏറ്റവും ടോപ്പിലുള്ള വെലോസിറ്റി ഹാഫ് എം വി സ്ക്വയർ, അതായത് ഈ കാണുന്ന വെലോസിറ്റി ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി ആണെങ്കിൽ പ്ലസ് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി അറ്റ് പോയിന്റ് ബി എന്ന് പറയുമ്പോൾ എത്ര ആയി? ഇത്രയും ഹൈറ്റ് താഴേക്ക് വന്നില്ലേ? എത്ര ഹൈറ്റ്? ഇവിടം വരെ 6, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 6/2. സോ പ്ലസ് mg3l/2. 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. ഓക്കെ, 6 ഇവിടെ 6 എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഈ കാണുന്നത് l/2, ദിസ് ഈസ് ഓൾസോ l/2, ദിസ് ഈസ് ഓൾസോ l/2. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ ടോപ്പ് എന്നുള്ളത് കൈനറ്റിക് എനർജി പ്ലസ് mg3l/2. നമുക്ക് റേഷ്യോ അല്ലേ വേണ്ടത്? കൈനറ്റിക് എനർജി ഓഫ് ബോബ് അറ്റ് പോയിന്റ്സ് ബി ആൻഡ് സി ഈസ് റേഷ്യോ. നമുക്ക് കൈനറ്റിക് എനർജി അറ്റ് സി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് mg ഇൻറ്റു ഈ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന പോയിന്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് l/2 ആണ് വരിക. സോ ഇതിൻ്റെ റേഷ്യോ കൈനറ്റിക് എനർജി അറ്റ് ബി ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി അറ്റ് സി, ഇറ്റ്സ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ GL. ഓക്കെ, കാരണം വെലോസിറ്റി റൂട്ട് GL ആണ്, പ്ലസ് ബിയിലുള്ളത് 3l/2, mg3l/2 ഡിവൈഡഡ് ബൈ ഹാഫ് എം GL പ്ലസ് mg(l/2). അപ്പോൾ നോക്കിയേ, mgl എല്ലാത്തിലും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് നോക്കിയാൽ മതി. 1/2 പ്ലസ് 3/2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/2 വിച്ച് ഈസ് 2 ഡിവൈഡഡ് ബൈ 1. The ratio is 2. Okay, the right answer here is option 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 22nd January, shift 2. A body of mass 100 gram is moving in a circular path of radius 2 meter on a vertical plane as shown in figure. The velocity of the body at point A is 10 meter per second. A is 10 meter per second. It seems like a similar question. 10 meter per second. മറ്റേ ഷിഫ്റ്റിലാണ് ചോദിച്ചത്. 10 meter per second. The ratio of its kinetic energies at point B and C is. ഇവിടെ വ്യത്യാസമുള്ളത് ആംഗിളിൽ വ്യത്യാസമുണ്ട്. So this is 30, 90, അപ്പോൾ 120, അപ്പോൾ ബാക്കി ഇത് 60 ഡിഗ്രി ആവും. Okay. The ratio of kinetic energies at point B and C. So kinetic energy at point B എന്ന് പറയുന്നത് ഹാഫ് എം 10 സ്ക്വയർ. അതായത് ഞാൻ ഇവിടുത്തെ കൈനറ്റിക് എനർജി എടുത്തു, പ്ലസ് മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, അപ്പോൾ കൈനറ്റിക് എനർജി കുറയും. സോ പൊട്ടൻഷ്യൽ എനർജിയിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് r cos 30, r √3/2. അപ്പോൾ റിമൈനിങ് r മൈനസ് r √3/2. സോ മൈനസ് mgh എന്ന് പറയുന്നത് r ഇൻറ്റു 1 മൈനസ് √3/2. ഓക്കെ, ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി അറ്റ് C ഈസ് ഹാഫ് m 10 സ്ക്വയർ മൈനസ് റേഡിയസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mg ഇൻറ്റു ഹൈറ്റ് എടുക്കുമ്പോൾ ഇതാ ഏറ്റവും ബേസ് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. r cos 30 എന്ന് പറഞ്ഞാൽ r/2. സോ അപ്പോൾ ഏറ്റവും താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ 6, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് r/2. സോ 3r/2. സോ mg ഇൻറ്റു 3r/2. സോ ദ റേഷ്യോ ഈസ്, നമുക്ക് m എല്ലാത്തിലും ക്യാൻസൽ ചെയ്യാം. ജിയുടെ വാല്യൂ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 സ്ക്വയർ 100/250 മൈനസ് g10 റേഡിയസ് 2 1 മൈനസ് √3/2 എന്ന് വെച്ചാൽ 2 മൈനസ് വേണ്ട അങ്ങനത്തെ ഇരിക്കട്ടെ 2 ഇൻറ്റു 1 മൈനസ് √3/2 ഡിവൈഡഡ് ബൈ 50 മൈനസ് g10 ഇൻറ്റു 3
into R2 by 2. ഇവിടെ എന്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാനുള്ളത് നോക്കൂ. ഇത് ക്യാൻസൽ ആവും. So kinetic energy at B divided by kinetic energy at C is equal to 50 minus 10 into ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ എല്ലാത്തിലും ഒരു 10 കട്ട് ചെയ്യാം. അപ്പോൾ 50 അല്ല 5 മൈനസ് 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 മൈനസ് √3 ഡിവൈഡഡ് ബൈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 1 2 മൈനസ് √3 by 2 ആയിട്ട് വരുമ്പോൾ ആ 2 കട്ട് ചെയ്ത് പോകും. സോ 2 മൈനസ് √3 ഡിനോമിനേറ്ററിൽ 5 മൈനസ് 3. So this is 3 plus √3 divided by 5 minus 3 is 2. So 3 plus √3 by 2. The right answer is option 3. Moving on to the next question. 22nd January shift 2. അതേ ഷിഫ്റ്റ് തന്നെയുള്ള ചോദ്യമാണ്. ഫോഴ്സ് F is equal to 2I plus BJ plus K is applied on a particle and it undergoes a displacement I minus 2J minus K. What will be the value of B if work done on the particle is 0? Work done 0 എന്ന് പറഞ്ഞാൽ F dot S 0. F dot S എന്ന് പറയുമ്പോൾ അവിടെ നോക്കണേ, I കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്ലസ് B ഇൻറ്റു മൈനസ് 2 എന്ന് വെച്ചാൽ മൈനസ് 2B പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. This has to be equal to 0. That means 2B is equal to 2 minus 1 which is 1. That means B is equal to 1 by 2. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. 23rd January shift to 1. A force F is equal to x square y I cap plus y square j cap acts on a particle in a plane x plus y is equal to 10. The work done by this force during a displacement from 0 0 to 4 2 is joule. In joule ആയിരിക്കണം, round off to the nearest integer. Okay, so force is equal to x square y I cap plus y square j cap. Now what is the displacement? Displacement is actually the force is variable. Okay, അപ്പോൾ displacement force variable ആണെങ്കിൽ നമ്മൾ work done എന്ത് ചെയ്യണം? work done is equal to integral f dot dr. Now ഈ dr എന്നുള്ളത് നമുക്ക് എന്തെടുക്കാം? x ഡയറക്ഷനിലും y ഡയറക്ഷനിലും ഉള്ളത് dxi plus dyj എന്നെടുക്കാം. So this is integral x square y I cap plus this is y square j cap dot dxi plus dyj. ഇത് ചെയ്ത് കഴിഞ്ഞാൽ you get integral x square y dx plus integral y square dy. So work done is equal to integral x square y dx plus integral y square dy. Okay, now ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ x ഉണ്ട്, x ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട പാരാമീറ്റർ. y എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. സോ അവിടെയാണ് നമുക്ക് ദിസ് ഇസ് ഇൻ എ പ്ലെയിൻ x plus y is equal to 10. x plus y is equal to 10. That means y is equal to 10 minus x. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ വൈൻ്റെ സ്ഥാനത്ത് 10 മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ. ഇനി അതിൻ്റെ ലിമിറ്റ്സ് നമുക്ക് വേണം. എക്സ് കോർഡിനേറ്റ് 0 0 നിന്ന് 4 എക്സ് 0 നിന്ന് 4ലേക്കും 0 to 4 വൈ അവിടെ നോക്ക് y 0 to 2. സോ 0 to 2 ലിമിറ്റ് കൊടുത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 10x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലിൽ 10x ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രലിൽ x raised to 4 by 4 ലിമിറ്റ് 0 to 4 പ്ലസ് y ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to 2. So 10 into 4 cube which is 64 by 3 minus 4 raised to 4 എന്ന് വെച്ചാൽ 256 by 4 എന്ന് പറയുമ്പോൾ വീണ്ടും 64ലേക്ക് തന്നെ വരും. പ്ലസ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട രണ്ടും 0 ആണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ് ഉള്ളതുകൊണ്ട് 0 ആയിപ്പോവും. അടുത്തത് y ക്യൂബ് വിച്ച് ഈസ് 2 ക്യൂബ് 8 by 3. ലോവർ ലിമിറ്റ് അവിടെയും കൊടുക്കണ്ട. സോ ദിസ് ഈസ് 640 by 3 plus 8 by 3 minus 64. ഇതിനെ നമുക്ക് 648 by 3 minus 64 എന്ന് എഴുതാം.
648 by 3 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2, പിന്നെ 48 by 3 16, 216 minus 64. 216 minus 60 എന്ന് പറഞ്ഞാൽ 156 minus 4 152 joule. So the right answer here is 152. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻറ്റീജർ തന്നെയാണ് കിട്ടുന്ന ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. 23rd January, shift 2. A ball having kinetic energy K is projected at an angle 60 degree from the horizontal. What will be the kinetic energy of the ball at the highest point of its flight? 60 degree. So the initial velocity, let's say u. Highest point velocity u cos 60, which is u by 2. Okay. The kinetic energy Ke എന്ന് പറയുന്നത് half m u square ആണ്. Now kinetic energy at the highest point, maximum height എന്ന് പറയുമ്പോൾ it's half m u by 2 the whole square, which is actually the initial kinetic energy divided by 4. So easy question ആണ്. The right answer is option 4, Ke by 4. Moving on to the next one. 24th January, shift to 1. A force F is equal to alpha plus beta x square acts on an object in the x direction. എന്ന് വെച്ചാൽ ഇതിന് I cap ആണ്. The work done by the force is 5 joule when the object is displaced by 1 meter. The constant alpha is 1 Newton, then beta will be. So work done is equal to F dot S, which is alpha plus beta x square. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബീറ്റ എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് ഫോഴ്സ് വേരിയബിൾ ആണ്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. ഓക്കെ, ദിസ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് വേരീസ് ഫ്രം 0 to 1. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് ബൈ 1 meter. ആൽഫൻ്റെ വാല്യൂ 1 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് integral 0 to 1 plus beta x square dx. So integrate ചെയ്ത് വരുമ്പോൾ x plus beta x cube by 3 limit 0 to 1. ഇതിൻ്റെ വാല്യൂ 5 ജൂൾ ആണെന്ന് പറഞ്ഞത്. സോ 5 is equal to 1 plus beta by 3. ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുക്കണ്ട, രണ്ടിൽ എക്സ് ഉള്ളതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 ആണ് വരിക. സോ 5 minus 1, 4 is equal to beta by 3. Beta is equal to 12. And the unit is ഡയമെൻഷൻസ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് ഫോഴ്സ് ആണ്. സോ ബീറ്റ എക്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. സോ ബീറ്റ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, 12 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതാണ് ബീറ്റ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. 28th January, shift to 1. Assertion reason question ആണ്. So assertion reason ചെയ്യുന്നതിൽ ഞാൻ സാധാരണ പറയാറുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് റീസൺ വായിക്കാതിരിക്കുക. ഓക്കെ, അസേഷൻ വായിക്കുക. അസേഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ള ഒരു 2-3 റീസണിങ്സ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം. എന്നതിന് ശേഷം മാത്രമേ റീസൺ വായിക്കാൻ പാടുള്ളൂ. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ് വേ. Given below are two statements. One is labeled as assertion, other is labeled as reason. Assertion എന്താണെന്നാണ് പറയുന്നത്. In a central force field, work done is independent of the path chosen. Central force field എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡുകളൊക്കെ വരുന്ന സമയത്ത് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ആണ്. അതായത് അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് എന്നുള്ളതൊക്കെയാണ് കാരണങ്ങൾ. ഓക്കെ, സോ എന്തുകൊണ്ടത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തിനനുസരിച്ച് ഒന്നുകൂടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രിക്ഷൻ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഫോളോഡ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. എന്നാൽ കൺസർവേറ്റീവ് ഫോഴ്സുകളായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാസ് ഇവിടെ, മറ്റൊരു മാസ് ഇവിടെ. ഓക്കെ, ഈ സെക്കൻഡ് മാസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഓക്കെ, നൗ ഈ കാണുന്ന ഡയറക്ഷൻ നമ്മൾ
ഇതിന് പകരം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറ്റമുണ്ടോ? ഇല്ല. വെലോസിറ്റി ക്യാൻ ബി ഇൻ എനി ഡയറക്ഷൻ, ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡു നോട്ട് ചേഞ്ച്. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സിൽ അങ്ങനെയല്ല. നമ്മൾ ഒബ്ജക്റ്റിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് അഗേൻസ്റ്റ് ആണ്. അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ മാറിക്കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷനും മാറും. സോ അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്തതിന്റെ പ്രത്യേകത. സോ കൺസർവേറ്റീവ് ഫോഴ്സ്, സെൻട്രൽ ഫോഴ്സുകൾ യൂഷ്വലി കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ് ഉണ്ടാവുക. സോ അതിന്റെ വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ആവുന്നതിന് കാരണം ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇതൊക്കെയാണ് കാരണങ്ങൾ. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ റീസൺ. എന്താണ് അവർ റീസൺ ആയിട്ട് കൊടുത്തുള്ളത് നോക്കാം. Every force is encountered in mechanics does not. Okay. ഒന്നും കൂടെ റീസൺ ആണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് റീസൺ. എവറി ഫോഴ്സ് എൻകൗണ്ടർഡ് ഇൻ മെക്കാനിക്സ് ഡസ് നോട്ട് ഹാവ് ആൻ അസോസിയേറ്റഡ് പൊട്ടൻഷ്യൽ എനർജി. ശരിയാണ്. ഇൻ ദ ലൈറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സാധനം. Every force encountered in mechanics do not have an associated potential energy എന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ, ഫ്രിക്ഷണൽ ഫോഴ്സിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതാണോ ആദ്യം പറഞ്ഞതിന്റെ കാരണം? അല്ല. ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് സെൻട്രൽ ഫോഴ്സ് വിൽ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ചോസൺ എന്നുള്ളതിന്റെ കാരണം വർക്ക് ഡൺ ഈ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ ഡയറക്ഷൻ ഓഫ് മോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതാണ് റീസൺ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഗോട്ട് ടു റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ്, ബട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. അതാണ് എപ്പോഴും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുക, ഏത് റീസൺ ആണോ അല്ലേ എന്നുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ 28 January shift 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ബീഡ് ഓഫ് മാസ് m slides without friction on the wall of a vertical circular hoop of radius r as shown in figure. The bead moves under the combined action of gravity and a massless spring k, spring constant, attached to the bottom of the hoop. The equilibrium length of the spring is r. ശരിക്കും r ലെങ്ത് ഉള്ള സ്പ്രിംഗ് ആണ്, സെന്റർ വരെ ഉണ്ടാകാൻ പാടുള്ളൂ, പക്ഷെ അത് വലിച്ചു നീട്ടിയതാണ് ഇങ്ങോട്ട്. If the bead is released from the top of the hoop with negligible zero initial speed, velocity of bead when the length of the spring becomes r would be spring constant k, that g is acceleration due to gravity. So നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് നോക്കാം. സ്പ്രിങ് ആദ്യത്തേൽ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള കണ്ടീഷനിലാണുള്ളത്. ഇങ്ങനെയാണ് സ്പ്രിങ് ഉള്ളത്. ഇവിടെ ബീഡൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഫൈനലി അത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിലേക്ക് എത്തി. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് സെൻറ്റർ ഇവിടെ ഉണ്ട്, ആ ബീഡ് ഇങ്ങോട്ട് വന്ന് 6 ലെങ്ത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ നീളം 6 ആണ്. സോ അതിനനുസരിച്ച് കറക്റ്റ് ആംഗിൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും 6 ആണ്. സോ ഇവിടെ ബീഡുണ്ട്. ദിസ് ആംഗിൾ ഹാസ് ടു ബി 60 ഡിഗ്രി. ഓക്കെ, സോ ഇതാണ് ഇനീഷ്യൽ, ഇതാണ് ഫൈനൽ. ഓക്കെ, ഈ ബീഡ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദ ബീഡ് മൂവ്സ് അണ്ടർ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, മറ്റേതുണ്ട്. ഇക്വിലിബ്രിയം ലെങ്ത് ഓഫ് സ്പ്രിംഗ് ഈസ് r. ബീഡ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹൂപ്പ്, ദ നെഗ്ലിജിബിൾ ഇനീഷ്യൽ സ്പീഡ്, ദ വെലോസിറ്റി. ഓക്കെ, ഇതാണ് വേണ്ടത്. വെലോസിറ്റി ഓഫ് ദ ബീഡ് when the length of the spring becomes r would be. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. ഇതിനിപ്പോൾ ഒരു വെലോസിറ്റി കാണും. നമ്മളതെങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എടുത്താൽ മതി. കാരണം ഗ്രാവിറ്റിയും സ്പ്രിങ്ങും രണ്ടും കൺസർവേറ്റീവ് ആണ്. സോ ഇനീഷ്യലി ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഏത് സ്പ്രിങ് പ്ലസ് ഗ്രാവിറ്റി ഈസ് ദ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. സോ പൊട്ടൻഷ്യൽ എനർജിയിൽ വന്ന ലോസ് എടുത്തു കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ നോക്കണേ, സ്പ്രിങ്ങിൻ്റെ കേസിൽ ഇതിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? ഇതിൻ്റെ ലെങ്ത് 2r ആയിരുന്നില്ലേ? ഇപ്പോൾ അത് ഒറിജിനൽ ലെങ്ത് ആയ 6ലേക്ക് തിരിച്ചു വന്നില്ലേ? സോ വാട്ട് വാസ് ദ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി? 12k
ആർ സ്ക്വയർ, അതായത് ഈ കേസിൽ ഇലോങ്ങേഷൻ ഈസ് ആർ, അതായത് ടോട്ടൽ ലെങ്ത് 2r ഉണ്ട്, ഒറിജിനൽ ലെങ്ത് r ആണ്. സോ ഇലോങ്ങേഷൻ ഈസ് r പ്ലസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ വന്ന വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ടെത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് r cos 60 ആണ്. r cos 60 എന്ന് പറഞ്ഞാൽ r/2. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന ആറും ഇത് r/2. സോ പൊട്ടൻഷ്യൽ എനർജിയിൽ വന്ന ലോസ് എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു താഴേക്ക് വന്ന ഹൈറ്റ് 3r/2 ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഹാഫ് mv². ഓപ്ഷൻസ് കാണാം. ഓക്കെ, സോ നമുക്ക് എല്ലാത്തിലും ഒരു ഹാഫ് അങ്ങ് ഒഴിവാക്കാം. ആ എം ഇങ്ങ് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ് വേണ്ടത്. ഓക്കെ, സോ കെ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പ്ലസ് 3gr ഈസ് ഈക്വൽ ടു v². എം ഇവിടെ ക്യാൻസൽ ആവും. ഇവിടെ ഡിനോമിനേറ്ററിൽ എം വരും, ഇവിടെ എം ക്യാൻസൽ ആവും. ഏത് ഈ എം ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ. ഓക്കെ, സോ വാട്ട് ഇസ് v? v ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ ആർ സ്ക്വയർ ബൈ എം പ്ലസ് 3gr. kr square by m plus 3gr. ഓപ്ഷൻസ് ഒക്കെ നോക്കൂ. kr square by m plus 3rg. ഇവിടെ 2 ആണ് തെറ്റ്, ഇവിടെ 2 പുറത്താണ് തെറ്റ്, ഇവിടെ 2 ആണ് തെറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. Moving on to the next question. Question number 9, 28th January shift 2 question ആണ്. Body of mass 4 kg placed on a plane at a point P having coordinate 3, 4. Under the action of force F is equal to 2I plus 3J Newton, it moves to a new point Q having coordinates 6, 10 in 4 seconds. The average power and instantaneous power at the end of 4 seconds are in the ratio. Ratio ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സ് 2I plus 3J ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ നിന്ന് അങ്ങോട്ടാ 6, 10, 3, 4, അതായത് 6 minus 3 I plus 10 minus 4j, which is actually 3I plus 6j. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വാട്ട് ഇസ് ദ വർക്ക് ഡൺ? F dot S 2 3 കൂടെ 6, 3 6 18, which is 24 joule. So what is the average power? Average of power എന്ന് പറഞ്ഞാൽ work done divided by time, which is 24 divided by 4 second. Okay, which is 6 watts. Now instantaneous power വേണം. Instantaneous power എന്ന് പറഞ്ഞാൽ F dot V. Now അത് ചെയ്യുമ്പോൾ F ഓക്കെ, V എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി U പ്ലസ് ആക്സിലറേഷൻ A ഇൻറ്റു ടൈം T. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, കാരണം പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് അങ്ങോട്ടാണ് മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ഇറ്റ് മൂവ്സ് ടു എ ന്യൂ പോയിന്റ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ്. വാട്ട് ഈസ് ഫോഴ്സ്? 2I plus 3J ഡിവൈഡ് ബൈ മാസ്. എത്രയാ മാസ്? തുടക്കത്ത് പറഞ്ഞിട്ടുണ്ട് 4 kilogram into time 4 seconds. So this is actually the final velocity is 2I plus 3J meter per second. Force 2I plus 3J ആണ്. So this is 2I plus 3J dot 2I plus 3J, which is square root of 2 into 2 4 plus 3 into 3 9, which is 13 watts. പവർ ആണ് 13 watts. സോ ആദ്യം പറഞ്ഞത് റേഷ്യോ ചോദിച്ചിട്ടുള്ളത് ദ ആവറേജ് പവർ, ഇൻസ്റ്റന്റേനിയസ് പവർ ആർ ഇൻ ഫോർ അറ്റ് ദ എൻഡ് ഓഫ് 4 seconds ആർ ഇൻ ദ റേഷ്യോ ഓഫ് ആവറേജ് 6, മറ്റേത് 13. സോ ദ റേഷ്യോ ഈസ് 6:13. 6 അല്ല, 6:13. The right answer is option 4. Moving on to the next one. Question number 10, 29th January shift 1 question ആണ്. Body of mass M connected to a massless and unstretchable string goes in a vertical circle of radius r under gravity. Vertical circular motion. The other end of the string is fixed at the center of the circle. Velocity at the top of the circular path is n root gr, where n is greater than or equal to 1. Okay, the ratio of the kinetic energy of the body at the bottom and the top of the circle is.
എന്തൊക്കെയോ പറഞ്ഞുള്ളത്. വെലോസിറ്റി അറ്റ് ദ ടോപ്പ് ഓഫ് ദ സർക്കുലർ പാത്ത് ഈസ് n root gr. The velocity is n root gr. The ratio of the kinetic energy of the body at the bottom to that of the top of the circle. So ഇവിടുത്തെ kinetic energy at the bottom, ഇവിടുത്തെ kinetic energy at the top. So what's the kinetic energy at the bottom? Is actually kinetic energy at the top plus mg into 2r. അതായത് ഏറ്റവും ടോപ്പിലുള്ള കൈനറ്റിക് എനർജിന്റെ കൂടെ താഴേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ചും കൂടെ ചേർന്നതാണ് ഏറ്റവും താഴെയുള്ള കൈനറ്റിക് എനർജി. ഓക്കെ, സോ കൈനറ്റിക് എനർജി ദ ബോട്ടം ഈസ് കൈനറ്റിക് എനർജി ദ ടോപ്പ് പ്ലസ് എം ജി ഇൻറ്റു ഹൈറ്റ് 2r. നമ്മളോട് ചോദിക്കുന്നത് കൈനറ്റിക് എനർജി ദ റേഷ്യോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് റേഷ്യോ, ബോഡി അറ്റ് ദ ബോട്ടം ടു ദാറ്റ് അറ്റ് ദ ടോപ്പ്. So kinetic energy at the body, at the bottom divided by kinetic energy at the top. എന്ന് പറയുമ്പോൾ this will be 1 plus mg into 2r divided by kinetic energy at the top. So this is 1 plus mg 2r divided by kinetic energy at the top. എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റി വന്നിട്ടുണ്ട്. സോ ഹാഫ് എം വെലോസിറ്റി n root gr ആണ്. സോ n square gr എന്ന് കിട്ടും. അവിടെ നമുക്ക് എം ജി ആർ ക്യാൻസൽ ചെയ്യാം. എം ജി ആർ ക്യാൻസൽ ചെയ്താൽ ദിസ് ഈസ് 1 പ്ലസ് 1/2, ആ 2 കൂടെ മുകളിൽ വന്ന 4/n square. ദിസ് ഈസ് n square plus 4 divided by n square. Right answer is option 2, n square plus 4 divided by n square. Moving on to the next question. A sand dropper drops sand of mass m of t on a conveyor belt at the rate proportional to square root of speed v of the belt. നമ്മുടെ sand dropper drops, okay, that is അതായത് dm by dt is proportional to root v. വെലോസിറ്റിന്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് മാസിന്റെ റേറ്റ്. If p is the power delivered to run the belt at a constant speed, then which of the following relationship is true? പവറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പവറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്ഷൻസിലൊക്കെ ഉള്ളത്. ഓക്കെ, നൗ പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു, ഇവിടെ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി നമുക്ക് കൊടുക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എം വി. നൗ ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡി എം ബൈ ഡി ടി ഇൻറ്റു വി എന്നാക്കാം, പിന്നെ ഒരു വിയും. സോ ദാറ്റ് മീൻസ് പവർ ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി ടി എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, റൂട്ട് വി അല്ലേ. സോ കെ റൂട്ട് വി ഇൻറ്റു വി സ്ക്വയർ, അതായത് പി പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു 2 പ്ലസ് ഹാഫ് 5/2. 2 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 5/2. ഓക്കെ, ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ഇതിനെ പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു 5 എന്ന് എഴുതാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. നിങ്ങൾക്ക് ഇവിടെ ആൻസർ കീ കാണാം, ക്വസ്റ്റ്യൻ നമ്പറിനെ ബേസ് ചെയ്തിട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. വർക്ക് എനർജി പവറിന് 10 ഷിഫ്റ്റുകളിൽ നിന്നായിട്ട് 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ വർക്ക് എനർജി പവറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഷിഫ്റ്റുകളുണ്ട്. കാരണം നമ്മൾ ഏതൊക്കെയോ ഷിഫ്റ്റുകളിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേസമയം ലോസ് ഓഫ് മോഷൻ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചുള്ളൂ. ലോസ് ഓഫ് മോഷനും വർക്കും കൂടെ കമ്പയർ ചെയ്ത് ആ 2 ചാപ്റ്ററും കൂടെ ടോട്ടൽ 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.